شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى إلهي لا تعذبني فإني مقر بالذي قد كان مني وما لي حيلة إلا رجائي لعفوك إن عفوت وحسن ظني يظن الناس بي خيرا وإني لشر الناس إن لم تعف عني ആദരണീയരായ വഖാഫി ഉസ്താദുകൾ, മറ്റു പണ്ഡിതന്മാർ, കാരണവന്മാർ, ഉമ്മമാർ, സഹോദര സഹോദരിമാർ, കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അല്ലാഹു തആല ഈ ഒത്തുകൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ഉപകരിക്കുന്നത് പറയാനും പറയുന്നത് ഉപകരിക്കാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇവിടെ ധാരാളം ഉസ്താദുമാരുണ്ട്. സാധുവായ ഞാൻ അങ്ങനെ സംസാരിക്കാനും പ്രസംഗിക്കാനും പോകുന്ന ആളല്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ സിദ്ദീഖ്, പഴയ കാലം മുതലേ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചതാണ്, ഇപ്പോഴും പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹം ഒരുപാട് കാലങ്ങളായി ഒരു ദിവസം ഇവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മാത്രം വന്നതാണ് വിനീതൻ. ഒരിക്കലും നിങ്ങളെ നന്നാക്കാൻ പറ്റുന്ന ഒരു വാഴ്വ്, പ്രസംഗം, സംസാരം എനിക്ക് കഴിയൂല. ഞാനതിന് അർഹനുമില്ല. എൻ്റെ വീടിൻ്റെ മുറ്റം തന്നെ പുളിൻ്റെ അലി, പിലാപ്പിലിൻ്റെ അലി ഒക്കെ ചാടിയിട്ട് വൃത്തികേടായി കിടക്കുമ്പോൾ ഞാൻ പിന്നെ നിങ്ങളെ വീട്ടുമുറ്റം അടിച്ചേരി തരുന്നതിൽ വലിയ കഥയൊന്നുമില്ലല്ലോ. ഏതായാലും അല്ലാഹു തആല നമ്മുടെ ഈ യുദ്ധം ഒരു നല്ല യുദ്ധമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബുൽ ഇസ്സത്തും അതുപോലെ അവിടുത്തെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടപ്പെടാത്ത ഒരുപാട് സദസ്സുകളിൽ അറിഞ്ഞോ അറിയാതെയോ ഇരിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ആ യുദ്ധങ്ങൾക്കൊക്കെയുള്ള ഒരു കഫാറത്തായി അല്ലാഹു തആല
ഈ യുദ്ധത്തെ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു എന്റെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇത് നമ്മുടെ പുതുവർഷത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. ഇസ്ലാമിക് ഇയർ മുഹറം മുതലാണ് തുടങ്ങുന്നത്. ശരിക്കും ഈ സമയമൊക്കെ നല്ലവരായ ആളുകൾ മരിച്ചു പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ശരിക്ക് മനസ്സ് പൊട്ടി നെഞ്ചിട്ട് കൈവച്ച് ചിന്തിക്കുന്ന സമയമാണ്. പഴയ കാലത്തെ ആളുകളൊക്കെ നമ്മുടെയൊക്കെ വല്യപ്പന്മാരും ഒക്കെ തന്നെ പടച്ചവനെ മരിക്കണ്ടേ എന്ന് ചിന്തിച്ചിരുന്ന ആളുകളായി. അങ്ങനത്തെ ഒരു തലമുറ ഇപ്പോഴും ഒരുപക്ഷെ പ്രായമായവരുണ്ടാകും. വിനീതന്റെ ഉമ്മ പേപ്പർ കിട്ടിയാൽ ആ മരണപ്പേരാണ് നോക്കുക ആദ്യം. എന്നിട്ട് ഇങ്ങനെ പറയുള്ളൂ, പടച്ചവനെ ഇവരൊക്കെ മരിച്ചു പോയല്ലോ. ഇത് വല്ലാതെ ഇങ്ങനെ പറയുമ്പോൾ തമാശക്ക് വേണ്ടി ഞാൻ പറയും, മങ്ങളിപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ മരിച്ചുപോയ ആൾക്കാരൊക്കെ ജനിച്ചു വരും, തിരിച്ചു വരും, അതിനൊക്കെ ഒരു കടലാസം നടക്കൂലേ? അപ്പോഴല്ലേ മൂട് പറയും, അനക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരൊക്കെ മരിക്കണ്ടേ എന്ന് മാത്രം ചിന്തിച്ചിരുന്ന ആളുകളായി. ഇന്ന് നമ്മൾ അല്ലെങ്കിൽ യങ് ജനറേഷൻ ജീവിക്കണ്ടേ എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളാണ്. ഏതായാലും നമ്മൾ പഴയകാലത്ത് ആളുകളെ പോകാനാകാൻ നമുക്ക് കഴിയൂലല്ലോ. ഇപ്പത്തെ ഈ ഒരു അവസ്ഥയോട് 100% നമുക്ക് പൊരുത്തപ്പെട്ടു പോകാനും കഴിയൂലല്ലോ. അപ്പൊ ജീവിച്ച് മരിക്കണ്ടേ എന്നുള്ള ആ ഒരു സ്റ്റേജിൽ തന്നെയെങ്കിലും നമ്മൾ നിൽക്കുക. അല്ലാഹു തആല മരണ ചിന്തയ്ക്ക് നമുക്ക് ബഹുമാറാവട്ടെ. വിലയിരുത്തേണ്ട ഒരു സമയമാണ്. ഓരോ സെക്കൻഡും മുന്നോട്ട് ചാടിയ സെക്കൻഡ് സൂചി ഒരിക്കലും അത് പിന്നോട്ട് പോകുന്നില്ല. ഓരോ സെക്കൻഡ് സൂചിയുടെ ചാട്ടവും നമ്മളോട് പറയുന്നത് നിന്റെ ഖബറിലേക്കുള്ള ഇത്രയും ദൂരമില്ല, കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ശരിക്കും മനുഷ്യനും ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ശരിക്കും പടച്ച റബ്ബ് നമ്മളെ എന്തിനാ പറഞ്ഞത്? അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടി മാത്രം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു. ഒരു 10 മിനിറ്റ് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് അത്തഹിയ്യാത്ത് സലാം പറയുന്നത് വരെ നമ്മൾ പ്രാർത്ഥന. ഞാൻ എന്റെ അവസ്ഥയാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ഇദാ ആശൽ ഫതാ സിദ്ദീന അമാ ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി. ഒരു മനുഷ്യൻ 60 വയസ്സ് ജീവിക്കുകയാണെങ്കിൽ, ശരാശരി ഒരു മനുഷ്യൻ 60 വയസ്സ് ജീവിക്കുകയാണെങ്കിൽ ഇവന്റെ ആയുസ്സിന്റെ പകുതി കാലവും രാത്രിയാണ്, അവൻ ഉറങ്ങിപ്പോവുകയാണ്. 60 വയസ്സിൽ 30 വയസ്സും നമ്മൾ ഉറങ്ങിക്കളയുന്നവരാണ്. മാനപ്പെട്ട അലിയാര് പറയുന്നു, നിസ്ഫുൻ നിസ്ഫി യദ്ഹബു ലൈസ യദ്രി ലിഗഫലതിഹി യമീനൻ ശിമാലി. ആയുസ്സിന്റെ പകുതിയുടെ പകുതി അഥവാ 15 കൊല്ലം അവൻ കുട്ടിയായി പോയി, ബോധമില്ലാത്തവനായി പോയി. വസുലുസുൻ നിസ്ഫി ആമാലും വഹിർസൂ വശുഗുലും ബിൽ മകാസിബി വൽ ഇയാലി. പകുതിയുടെ 3/1
ആയുസിന്റെ പകുതിയുടെ 1/3, 30ന്റെ 1/3 അഥവാ 10 കൊല്ലം മനുഷ്യന് മോഹങ്ങളാണ്, അഭിലാഷങ്ങളാണ്, ജോലി തിരക്കുകളാണ്, മക്കളെ പോറ്റലാണ്. ഇനി ബാക്കിയുള്ളത് ആകെ 5 വർഷമാണ്. ഈ 5 വർഷം മനുഷ്യന് പ്രായം കൊണ്ടുള്ള പ്രയാസങ്ങളാണ്, രോഗങ്ങളാണ്, വല്ലാത്ത ഒരവസ്ഥയിലാണ്. നിസ്കരിക്കണം എന്നുണ്ട്, പക്ഷെ ഊര സമ്മതിക്കുന്നില്ല, രോഗങ്ങൾ സമ്മതിക്കുന്നില്ല. ഈ 60 വയസ്സിൽ മനുഷ്യനെ മനുഷ്യ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എവിടെയാണ് മര്യാദക്കൊരു സമയം കിട്ടുന്നതെന്ന് ബഹുമാനപ്പെട്ട അലിയും കറമല്ലാഹു വജ്ഹഹു ചോദിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടതല്ലേ ഈ സമയത്തെങ്കിലും, ഈ വർഷത്തിലെങ്കിലും ശരിക്കും നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു പാവപ്പെട്ട ഒരു അൻസാരിയായ സ്വഹാബി, എല്ലാം കൊണ്ടും പാവാണ്, പൈസ കൊണ്ടും പാവാണ്, സ്വഭാവം കൊണ്ടും പാവാണ്, പെരുമാറ്റം കൊണ്ടും പാവാണ്, എല്ലാം കൊണ്ടും പാവായ ഒരു അൻസാരിയായ സ്വഹാബി സക്കറാത്തിന്റെ ഹാല് കടക്കുമ്പോ മരണത്തോട് മല്ലിടുന്ന ആ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ അൻസാരിയായ സ്വഹാബിയുടെ റൂഹ് പിടിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ, അസ്റായീൽ അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നപ്പോൾ മലക്കുൽ മൗത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ അസ്റായീൽ, ഇതൊരു പാവപ്പെട്ട സ്വഹാബിയാണ്, അതുകൊണ്ട് റൂഹ് പിടിക്കുമ്പോ ഒന്ന് സോഫ്റ്റായി ലോലമായി പിടിക്കണേ. ഈ ഒരു പാവപ്പെട്ട സ്വഹാബിയാണ് ഇസ്രായേൽ, അതുകൊണ്ട് ഇയാൾ റൂഹ് പിടിക്കുമ്പോ ഒന്ന് സോഫ്റ്റായി, ഒന്ന് ലോലമായി, പ്രയാസപ്പെടുത്താതെ പിടിക്കണേ ഇസ്രായേൽ. ആ സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, മുത്ത് നബിയേ, ലോകത്ത് ആരാണ് പാപം, ആരാണ് നല്ലവൻ, ആരാണ് മോശപ്പെട്ടവൻ, ആരാണ് ധിക്കാരി, ആരാണ് നല്ലവൻ, ആരാണ് സത്യൻ, ഇതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം മുത്ത് നബി, അങ്ങനെക്ക് പറഞ്ഞു തരേണ്ടതില്ല. ആരാണ് ഇവിടെ പാവം, ആരാണ് ക്രൂരൻ, ആരാണ് നല്ലവൻ, ആരാണ് ചീത്ത, ഒരാളെ പെരുമാറ്റം സ്വഭാവം ഒക്കെ എനിക്ക് നബിയെ നല്ലപോലെ അറിയാം. എനിക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞാൻ പിടിക്കേണ്ട മാതിരി നമ്മൾ പിടിച്ചോളാം. ഉന്നാർ നബി ചോദിക്കുന്നു, എങ്ങനെയാണ് ഇസ്രായേൽ ഈ മനുഷ്യന്മാരെ മുഴുവനും അറിയുന്നത്? ഇസ്രായേൽ അലൈഹിസ്സലാം മലക്കുൽ മൗത്ത് പറയുന്നു, ഉന്നാർ നബിയേ, ലോകത്ത് മണ്ണ് കൊണ്ട് നിർമ്മിച്ച വീടുണ്ടോ, കല്ലുകൊണ്ട് നിർമ്മിച്ച വീടുണ്ടോ, ഓല കൊണ്ട് നിർമ്മിച്ച വീടുണ്ടോ, തൂല് കൊണ്ട് നിർമ്മിച്ച വീടുണ്ടോ? ഏത് വീട്ടിലുമുള്ള അല്ലെങ്കിൽ വീട്ടിന്റെ പുറത്ത് താമസിക്കുന്ന ഏതൊരു മനുഷ്യനെയും എല്ലാ ദിവസവും 5 പ്രാവശ്യം ഞാൻ നോക്കി പോകുന്നുണ്ട് നബിയേ. എല്ലാ ദിവസവും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും 5 വട്ടം, ചുരുങ്ങിയ 7 വട്ടം എന്നും കാണാം, 5 വട്ടം അറ്റ്ലീസ്റ്റ് ഓരോ ചെറിയ പിഞ്ചു മക്കളെ അടക്കം പ്രായം ചെന്ന ആളുപെണ്ണുകളെ മുഴുവനും ഓരോ വട്ടം, ഓരോ ദിവസവും 5 വട്ടം ശരിക്കും നോക്കി പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഉമ്മക്ക്, ഒരു ഉപ്പക്ക് തന്റെ മക്കളെ കുറിച്ച് അറിയുന്നതിലേറെ എനിക്ക് ലോകത്തുള്ള എല്ലാവരെ കുറിച്ചും അറിയാം നബിയേ. ഓരോ ദിവസം ഇന്നിപ്പോ
എത്തുമ്പോ എത്ര വട്ടം അസ്റായീൽ അലൈഹിസ്സലാം മലക്കുൽ മൗത്ത് നമ്മൾ ഓരോരുത്തരെയും നോക്കിപ്പോയിട്ടുണ്ട്. എന്തിനാ നോക്കുന്നത്? അടുത്ത നിമിഷം റൂഹ് പിടിക്കേണ്ട ആള് ആണോ ഇവന്റെ റൂഹ് എപ്പോഴാ പിടിക്കേണ്ടത് ലിസ്റ്റ് നോക്കി പോവുക. അതല്ലേ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു സദസ്സിൽ, ഇതുപോലത്തെ ഒരു സദസ്സിൽ ഇരിക്കുമ്പോ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം വന്നിട്ട് ആ സദസ്സിലുള്ള ഒരാളെ അടിമുടിങ്ങനെ നോക്കിയിട്ട് ഇസ്രായീൽ അലൈഹിസ്സലാം പോവുകയാണ്. വിഷയമൊന്നും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോ അപ്പൊ ഈ ഇസ്രായീൽ അലൈഹിസ്സലാം വന്ന് നോക്കി. സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ആളോട് പറഞ്ഞു, സംഭവം ഈ ആള് വന്നാണ് ഇസ്രായീൽ അലൈഹിസ്സലാം മലക്കുൽ മൗത്ത് ഇയാള് കുടിച്ചു. നിങ്ങളാണെങ്കിൽ കുടിക്കൂലേ? നമ്മളാണെങ്കിൽ കുടിക്കൂലേ? സുബ്ഹാനക ജല്ല ജലാലുഹു. ഇയാള് പറഞ്ഞു, സുലൈമാൻ നബി അല്ലാഹു തആല കാറ്റ് വഴിപ്പെടുത്തി തന്ന ആളാണല്ലോ നിങ്ങൾ. കാറ്റിനെ വാഹനമാക്കി കൊടുത്ത വിശുദ്ധ ഖുർആൻ അതിന്റെ സ്പീഡിനെ പറ്റിയൊക്കെ പറയുന്നു. ആ കാറ്റിന്റെ സ്പീഡിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. വലിയ സ്പീഡുള്ള കാറ്റാണ്. നിങ്ങൾ ഉഴ്സത്തുള്ള നബിയാണല്ലോ, കാറ്റിനെ അല്ലാഹു തആല അധീനപ്പെടുത്തി തന്ന നബിയാണല്ലോ, അതുകൊണ്ട് ഇതൊരു സുഖമില്ലാത്ത നോട്ടാണ്. മലക്കുൽ മൗത്ത് നോക്കി പോയിട്ടുണ്ട്. നോക്കിയത് മലക്കുൽ മൗത്താണ്. പിന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം മനുഷ്യനോട് പറഞ്ഞത്, മനുഷ്യനെ മറക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, നിങ്ങൾ ആ കാറ്റുന്ന വാഹനത്തിൽ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ കാറ്റുന്ന വാഹനത്തിൽ എന്നെ കയറ്റിയിട്ട് ഇത് പറയുന്നത് ഷാമില സിറിയയില, ഇന്ത്യ രാജ്യത്ത് എന്നെ കൊണ്ടുപോയിട്ട് തട്ടണം. പറയുന്നത് ഷാമിൽ വെച്ചാണ്. ഇപ്പൊ യുദ്ധം ഒക്കെ നടക്കുന്നത്. അവിടുന്നാണ് സുലൈമാൻ നബി ഇയാൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വാഹനത്തിൽ, കാറ്റ് വാഹനത്തിൽ കയറ്റിയിട്ട് ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് എന്നെ തട്ടിത്തരണം. ഈ മലക്കുൽ മൗത്തിൽ നിന്ന് എങ്ങാനും എനിക്ക് രക്ഷപ്പെടാൻ കഴിയോ? മനുഷ്യന്റെ ആഗ്രഹം. സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിൽ കയറ്റിയിട്ട് ഇയാളെ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുപോയിട്ട് തട്ടാൻ വേണ്ടി പറഞ്ഞു കാറ്റിനോട്. നിമിഷ നേരം കൊണ്ട് കാറ്റ് ആ മനുഷ്യനെ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന് തട്ടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് മലക്കുൽ മൗത്ത് വീണ്ടും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ല എന്തെങ്കിലും നാളെ ഒരു മനുഷ്യനെ നോക്കി പിടിപ്പിച്ച് പോയിനെ വിടുന്നു. അസ്റായീൽ അലൈഹിസ്സലാം മലക്കുൽ മൗത്ത് പറഞ്ഞു, അല്ലാഹു തആല എനിക്ക് തന്ന ലിസ്റ്റ് അനുസരിച്ച് ഇയാളുടെ റൂഹ് ഇന്ത്യ രാജ്യത്തെ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്ത് പിടിക്കണമെന്നാണ് എനിക്ക് ഓർഡർ. തൊട്ടടുത്ത സെക്കൻഡിൽ ഇന്ത്യ രാജ്യത്തെ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് പിടിക്കണം എന്നാണ് ഓർഡർ. പക്ഷെ ഇയാൾ ലിസ്റ്റ് അനുസരിച്ച് നോക്കുമ്പോ ആ നേരത്തും അതിന്റെ തൊട്ട് നിമിഷം മുമ്പ് വരെ അയാൾ നിങ്ങളെടുത്തായിരിക്കണത്. ഞാൻ അയാളെ എന്റെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അതൊന്ന് നോക്കിപ്പോയത്. ഏതായാലും അന്ന് ഏൽപ്പിച്ച സ്ഥലത്ത് ഞാൻ പോയി. ഇന്ത്യ രാജ്യത്തിന്റെ ആ സ്ഥലത്ത് നിന്ന് ഞാൻ കാത്തുന്നു. അപ്പോൾ നിങ്ങളെ കാറ്റ് കൊടുത്തതിന്റെ മുമ്പ് കയറാൻ സാധിക്കുന്നത്. അയാളെ റൂഹ് പിടിച്ചിട്ടാണ് സുലൈമാൻ നബിയെ ഞാൻ വരുന്നത്. കൃത്യത്തിൽ നടക്കുന്ന പരിപാടി. ഒരു നഫ്സിനെയും ഒരു വ്യക്തിയെയും അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് തെറ്റിക്കുന്ന പ്രശ്നമില്ല. ഇതൊക്കെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം, ഈ 5 വട്ടം ഓരോ ദിവസവും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരും ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കണം, ഇന്ന് എത്ര വട്ടം മലക്കുൽ മൗത്ത് നമ്മൾ നോക്കിപ്പോയിട്ടുണ്ടാകും. ചുരുങ്ങിയത് 5 വട്ടം ഒരു ദിവസം. അസ്റായീൽ അലൈഹിസ്സലാം പറയും, ഒരു ഉമ്മാക്ക് ഒരു ഉപ്പാക്ക് സ്വന്തം കുട്ടിയെ പറ്റി, മക്കളെ പറ്റി അറിയുന്നതിലേറെ എനിക്ക് ലോകത്തുള്ള ഓരോരുത്തരെയും അറിയാൻ നബിയെ. അതുകൊണ്ട് ഇയാളെ പറ്റി, ഇയാളെ പാവാണ്, അയാൾ അങ്ങനെയാണ് എങ്ങനെ, അതൊന്നും എന്നോട് പറയണ്ട, എന്റെ പണി ഞാൻ എടുക്കും. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഓരോ ദിവസവും 5 പ്രാവശ്യം വരുന്ന സമയത്ത് എന്തിനാ? തൊട്ടടുത്ത് റൂഹ് പിടിക്കേണ്ട കൂട്ടത്തിൽ ഇവൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വരുമ്പോ فمن رآه على لهو ولعب أو معصية أو لاهقا
حرك رأسه وقال مسكين هذا العبد غافل عما يراد به ثم يقول له اعمل ما شئت فإن لي فيك همزا أقطع بها وتينك. ഈ ഓരോ ദിവസവും 5 വട്ടം അസ്റായീൽ അലൈഹിസ്സലാം നമ്മളെ നോക്കാൻ വേണ്ടി വരുമ്പോ നമ്മൾ ഇങ്ങനെ വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഫോണിൽ ഗെയിം കളിച്ചു കൊണ്ടിരിക്കുകയാണ്, യൂട്യൂബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രംഗമാണ് മലക്കുൽ മൗത്ത് കാണുന്നതെങ്കിൽ ഹറക റസഹു, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം തല ഇങ്ങനെ ആട്ടും കേട്ടോ. എന്നിട്ട് ഇവനോട് പറയും മിസ്കീൻ ഹാദൽ അബ്ദു ഗാഫിലുൻ അമ്മാ യുറാദു ബിഹി. പച്ചപ്പാവട്ടോ, ഈ മനുഷ്യൻ അറിയുമോ എന്താണ് അവന് ഭാവിയിൽ വരാൻ പോകുന്നത്? അതേക്കുറിച്ച് ഇവനൊരു ശ്രദ്ധയുമില്ലല്ലോ. ഇവരിങ്ങനെ വിനോദത്തിലാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരോട് ലാസ്റ്റ് ഒരു പറച്ചിലുണ്ട് മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാമിനെ, ഇഅ്മൽ മാ ശിഅ്ത ഫഇന്ന ലീ ഫീക ഹംസാ അഖ്തഉ ബിഹാ ബതീനക. നീ വേണ്ടത് ചെയ്തടോ, നീ വേണ്ടത് ചെയ്തടി. ഫഇന്ന ലീ ഫീക ഹംസാ, നിന്നെ എനിക്കൊരു ദിവസം ഒരു പിടുത്തം പിടിക്കാനുണ്ട് കേട്ടോ. അഖ്തഉ ബിഹാ ബതീനക, അന്ന് നീ എന്റെ കയ്യിൽ കിടന്ന് പുളയും കേട്ടോ. ഇത് പറഞ്ഞിട്ടാണ് 5 നേരവും മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ലോകത്തുള്ള എല്ലാ ഓരോ മനുഷ്യരെയും സന്ദർശിച്ച് മുഖം നോക്കി തിരിച്ചു പോകുന്നതെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുമ്പോ, ഹസനുൽ ബസരി നമ്മൾ രേഖപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈ സമയം ഒരു കലണ്ടർ മാറ്റിവെച്ച്, ഇസ്ലാമിക് കലണ്ടർ മാറ്റിവെച്ച ഈ സമയത്ത് നമ്മളൊക്കെ ആത്മാർത്ഥമായി ചിന്തിക്കണം. എന്തിനാണ് പടച്ചറബ് നമ്മളെ പറഞ്ഞയച്ചത്? എന്നിട്ട് എത്രമാത്രം നമ്മൾ അല്ലാഹുവിനെ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പടച്ചറബിനെ ഓർക്കുന്നുണ്ട്, പരലോകത്ത് ഓർക്കുന്നുണ്ട്. എങ്ങോട്ടാണ് നമുക്ക് മടങ്ങിപ്പോകാനുള്ളത്? ലോകത്തുള്ള വലിയ വലിയ രാജാക്കന്മാര് മുതൽ നമ്മുടെ വല്യമ്മമാരും വല്യപ്പമാരും പലപ്പോഴും നമ്മുടെ മക്കൾ വരെയും മടങ്ങിപ്പോയ 6 അടി മണ്ണ് ആ പള്ളിപ്പറമ്പില്ലേ, അതിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് വേണം. പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട ജ്യേഷ്ഠ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഇന്നിപ്പോ ഈ ഒരു ചിന്ത തീരെ ഇല്ല. അല്ലാഹു തആല നമുക്ക് ചിന്തക്ക് തരുമാറാകട്ടെ. എന്താ ഈ പറഞ്ഞതിന്റെ ഗൗരവം? 5 നേരം മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇന്നിപ്പോ എത്ര വട്ടാപ്പോ നോക്കിപ്പോ നമുക്കറിയില്ല. ഏതായാലും 5 വട്ടം നമ്മളെ നോക്കി പോകുന്നുണ്ടെന്ന് പറയും. ഇപ്പോഴും ആ ഒരു ബോധം നമുക്ക് ഏതായാലും അല്ലാഹു തആല ബോധം നൽകുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നിങ്ങളൊക്കെ ക്ഷീണിച്ചിരിക്കും. എനിക്കും തന്നെ പെട്ടെന്ന് പോകേണ്ട താല്പര്യമൊക്കെ ഉണ്ട്. അല്ലാഹു തആല ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ വന്നപ്പോൾ നല്ലൊരു സന്തോഷവാഹത്തിന് നല്ല മനോഹരമായ ഒരു പള്ളി റോഡ് സൈഡ് ഞാൻ പല പ്രാവശ്യത്തില് പോയിട്ടുണ്ട്. പക്ഷെ ഇന്നൊരു പള്ളി ഉള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് അതിന്റെ കുറവാണ്. അല്ലാഹു തആല ഈ പള്ളിയുമായി സഹകരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ സഹകരണവും ബർക്കത്തും ഈ മാസം മുഹറം 7
ചരിത്രത്തിൽ കാണാം, തിരൂരങ്ങാടി പള്ളിയിലെ ജമാഅത്തിന് ആര് പങ്കെടുക്കാറുണ്ടായിരുന്നു? തിരൂരങ്ങാടി പള്ളിയിലെ അമ്പത്തോ തൊട്ടടുത്ത പള്ളിയാണ് തിരൂരങ്ങാടി പള്ളി, ജുമഅത്ത് പള്ളി. ആ പള്ളിയിൽ എല്ലാവരും ജമാഅത്തിന് പോയാലും ഒരു നിശ്ചിത കാലയളവിൽ ആര് ജമാഅത്തിന് പോകുമായിരുന്നില്ല? സമ്പർക്ക തങ്ങൾ ജമാഅത്തിന് പോകുമായിരുന്നില്ല. ഇത് നാട്ടുകാരടിയിലൊക്കെ ഒരു ചർച്ച. എന്താ മൂപ്പരെന്താ ജമാഅത്ത്? നമ്മളെല്ലാവരും ജമാഅത്തിന് മൂപ്പരെന്താ ജമാഅത്തായിട്ടാണ് തങ്ങൾ പാപ്പ നിസ്കരിക്കുക. അത് വേറുള്ള ആളുകളെ കൂട്ടിയിട്ട് അവിടെ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത വീടിന്റെ പരിസരത്ത് വെച്ചിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കും. ഈ പള്ളിക്കൊക്കെ ജമാഅത്തിന് എന്ത് ചെയ്യൂല. ഇപ്പൊ ജനങ്ങൾക്കൊക്കെ ഒരു ഇഷ്കാര്യം, എന്താ മൂപ്പരത്തിന് കാര്യപ്പെട്ട ആളായിട്ടും പള്ളിക്കൊക്കെ ജമാഅത്തിന് വരാത്തത്? ആദ്യം വലിയ പുണ്യമുള്ള സംഗതി. പ്രത്യേകിച്ച് സുബഹി ജമാഅത്ത്, സുബഹിക്ക് ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചാല് ഓൻ അന്നേ ദിവസം അള്ളാഹുവിന്റെ കാവലുണ്ടാവും. അന്ന് അള്ളാഹിന്റെ കാവലുണ്ടാവും. ഒരുപാട് സ്വഹാബാക്കളെ കൊന്ന ആളാണ്. ഒരുപാട് സ്വഹാബാക്കളെ, ആയിരങ്ങളെ പതിനായിരങ്ങളെ കൊന്ന ആളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭരണാധികാരിയാണ്. ആയിരക്കണക്കിനാണ്, ഒരുപാട് സ്വഹാബ. മിനിമം പരിപാടി തന്നെ കൊല്ലല, വേറെ അതിനപ്പുറമൊന്നുമില്ല. അവസാനം മൂപ്പർക്ക് ഒരു ഹദീസ് കിട്ടിയത് അവസാനമായി പോയി. എന്താണ്? ഒരാള് സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അന്നേ ഉള്ളൂ, അന്ന് അല്ലാഹുവിന്റെ ഒരു സംരക്ഷണമുണ്ട്, അള്ളാന്റെ ഒരു പിന്തുണ, ഒരു സപ്പോർട്ട് അവന്റെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, വളർത്ത ജമാഅത്തിന് വരുന്ന ആൾക്കാരൊക്കെ ആ ഹദീസ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഇത്രയും ക്രൂരനാണ്. ഒരുപാട് ആളുകളുടെ പട്ടിണിക്കിട്ട് കൊന്ന ആളാണ്. ഈ ചെന്നായി പ്രസവിച്ചപ്പോൾ വല കുടിക്കലില്ലായിരുന്നു, വല കുടിച്ചു. അപ്പോ ആകെ കുടുംബക്കാരാകെ വേദന. എന്താ ഒരു കുട്ടി പറ്റ കുട്ടി മുല കുടിക്കില്ല എന്ന് ഭയങ്കര വിഷയല്ലേ? ആരും മതി കുടിക്കില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാരിസ് ഇബ്നു കൽദ എന്ന് പറയുന്ന ഒരു വൈദ്യന്റെ രൂപത്തിൽ മറ്റേയാള് എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് ഒരു ഡോക്ടർ വേഷക്കാരൻ. എന്തേ വിഷയം എന്തേ കഴിച്ചു? കരക്കാര് പറഞ്ഞു, നാട്ടുകാര് പറഞ്ഞു, ഈ കുട്ടി മുല കുടിക്കില്ല, പ്രസവിച്ചിട്ട് കുറെ ടൈമായി. ഇബ്ലീസ് ആ നാട്ടിലെ ഏറ്റവും വലിയ വൈദ്യനായ ഹാരിസ് ഇബ്നു കൽദയുടെ വേഷം സ്വീകരിച്ചു വന്നുകൊണ്ട് പറയാണ്, അതിന് പരിഹാരത്തിന്റെ മക്കൾ ഇന്നത്തെ ബേജാറാണ്. ഒരാട്ടും കുട്ടിനെ ആക്കുക, എന്നിട്ട് അതിന്റെ ചോര ഇവന്റെ ഉമ്മാന്റെ മുരമത്തേക്കുക, നടാണ്ട് കുട്ടിച്ചോളുന്ന എന്താ മരുന്ന്? ആട്ടുംകുട്ടിനെ അറുത്തു, അതിന്റെ ചോര എടുത്തിട്ട് ഉമ്മാനെ മുരമത്ത് വെച്ചു, എന്നിട്ടോട് കൊടുത്തു, ആട്ടി കുടിച്ചു തുടങ്ങി. ആദ്യമായിട്ട് ചോര പള്ളിയിലെത്തിയാണ്. പിന്നെ ചോരക്കളി നടത്താതിരിക്കോ? ഈ ഞാൻ പറയുന്നത്, ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഈ ഹദീസ് കിട്ടി. ഏത് ഹദീസ്? ഒരാൾ സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അന്ന് അള്ളാന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാകുന്നു എന്നുള്ള ഹദീസ് കേട്ടതിന് ശേഷം ഒരാളെ മുമ്പ് കൊടുത്താൽ, പണ്ടത്തെ പോലെ പരിപാടിയൊക്കെ തൊല്ലലാണ്, ആദ്യമായിട്ട് ചോദിക്കും. പദ്യം പരിപാടി തന്നെയാണ്. ആദ്യം ചോദിക്കും, ആദ്യം സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ടോ? ദലീലുൽ ഫാലിഖീൻ എന്ന് പറയുന്ന കിതാബിൽ സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവും ആന്ന് പറഞ്ഞാൽ പിന്നെ മുബരുവനെ കൊല്ലുകയും. ഈ ഹദീസ് പറ്റി കിട്ടാൻ കുറെ കാലമായി, അല്ലെങ്കിൽ കുറെ സ്വഹാബാക്കളും കുറെ നല്ല മനുഷ്യന്മാരും അവസാന കാലം. ആദ്യം ഒരാളെ പിടിച്ചാൽ ചോദിക്കുന്നു, സുബഹി ജമാഅത്ത് ധരിച്ചണോ? ആന്ന് പറഞ്ഞാൽ പിന്നെ ഓനെ തൊടാൻ പേടിയാ, ഹജ്ജാജ് ഇബ്നു യൂസുഫിന് പേടിയാ. കാരണം അള്ളാന്റെ ഒരു പിന്തുണക്കാരാളായിട്ട് കളിക്കുന്നതല്ല, അള്ളാന്റെ സപ്പോർട്ടിൽ അള്ളാന്റെ അമാനുള്ള ഒരാളെ തൊട്ട് കളിക്കുന്നത് ശരിയില്ല എന്ന് പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും മഹത്വമുള്ള ഒരു സംഗതിയാണ് ജമാഅത്ത് നിസ്കാരം. പക്ഷെ മമ്പുറത്ത് തങ്ങൾ ജമാഅത്തിനെ വരില്ല. അപ്പൊ നാട്ടുകാർക്ക് ഇഷ്കാരം. അങ്ങനെ ഒരു ദിവസം ജുമുഅക്ക് തിരൂരങ്ങാടി പള്ളിയിൽ കൂടി. നേരം പെട്ടെന്ന് അവസാനിക്കും. നിങ്ങളെ മുഖം തന്നെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു, കിട്ടിപ്പോ ഞാൻ വരുമ്പോ പെട്ടെന്ന് അവസാനിപ്പിച്ച് പോകണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ജുമുഅക്ക് കൂടി നിസ്കാരങ്ങൾ തുടങ്ങിയിരിക്കുന്നു. മമ്പുറത്ത് തങ്ങൾ പാപ്പ കഞ്ചർ അയച്ചിട്ട് കണ്ട് പോയിട്ട് പള്ളിച്ചിരു പോയിട്ട് നിസ്കരിച്ചു. ഇത് അതിലേറെ കച്ചവടം. ഇവരെ ജമാഅത്തിൽ വരാത്ത വിഷയമുണ്ട്. നിസ്കാരം കഴിഞ്ഞു. ഇവിടെ മഹല്ലത്തിലെ എല്ലാ ആൾക്കാരും പള്ളിക്ക് വന്ന്
ജുമുഅ നടക്കുമ്പോ ജുമുഅ തുടങ്ങിയെങ്കിലും അപ്പുറത്തെ തങ്ങൾ കച്ചട കഴിച്ചിട്ട് പള്ളിച്ചെരുവ് പോയിട്ട് ദൂറാണ് വെച്ചു. കച്ചറായി കുഞ്ഞ കച്ചറായി. അവസാനം തങ്ങൾ പാപ്പാനോട് ആലോചിച്ച് ഇത് ശരിയില്ല തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു. പറഞ്ഞു, കറവപ്പശുവിന്റെ പിന്നാലെ പോകുന്നയാളുടെ പിന്നിൽ നിസ്കരിക്കാൻ എനിക്ക് കഴിയൂല. കറവപ്പശുവിന്റെ പിന്നാലെ പോകുന്ന ഇമാമിന്റെ പിന്നിൽ നിന്നിട്ട് നിസ്കരിക്കാൻ എനിക്ക് കഴിയൂല. നാട്ടുകാർക്ക് എത്ര പറയണെന്ന് മനസ്സിലായത്. ഇത് കറവപ്പശു, അവിടെ പള്ളിക്കുള്ളിൽ ഇപ്പൊ കറവപ്പശു. പശുവിന്റെ പിന്നാലെ പോകും ഇമാമും മിഹ്റാബിലല്ലേ നിൽക്കുന്നത്. കറവപ്പശുവിന്റെ പിന്നാലെ പോകുന്ന ആളെ പിന്നിൽ നിസ്കരിക്കാന് എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞു. നാട്ടുകാർക്ക് എന്താ പറയണവും മനസ്സിലായൊന്നും മനസ്സിലായില്ല. പക്ഷെ അപ്പുറത്തുനിന്ന് ഇമാമ് ഖാദിയത് ശരിക്കും കേൾക്കുന്നുണ്ട്. ഖാദിയർക്ക് ഇതിന്റെ മീനിങ് മനസ്സിലായി. ഖാദിയര് പശ്ചാത്തപിച്ച സൈതരവിധങ്ങളുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി. ഖാദിയർക്ക് ഈ പറയുന്ന വിഷയം പെട്ടെന്ന് ഓടി. സംഭവം എന്താ അറിയുന്നത്, ഈ ഖാദിയരെ പെണ്ണുങ്ങൾക്ക് എന്നും അസുഖം ആവതാര കാത്തുരക്ഷിക്കുമാണ്. അപ്പോ ഏതോ ഒരു വൈദ്യൻ ഒരു മരുന്ന് പറഞ്ഞിട്ട് അതിലെന്നും പാല് ആഡ് ചെയ്തിട്ടാണ് ആ മരുന്ന് കഴിക്കുന്നത്. ഇപ്പൊ കാവേരി തന്നെ പാല് അവിടുന്ന് കൊടുത്തൊക്കെ വാങ്ങി മടക്കും. ഒരു പശുവിനെ തന്നെയാണ് വാങ്ങാന്ന് കരുതിയിട്ട് നാട്ടുകാരോട് ആരോടെ ചോദിച്ചു, പഠിക്കുന്നവരോട് ചോദിച്ചോട് നമുക്ക് അതിന്റെ കറവ പശുവിനെ കൊടുക്കാൻ കിട്ടുക. അതിനെന്താ പണി കാവേരെ? നമ്മളെ മറ്റേയാള് ഇടക്കൊക്കെ പള്ളിക്ക് കയറുള്ളൂ. പഠിച്ചവരെ പേടിച്ചിട്ട് പള്ളിക്ക് കിടക്കാത്ത ആൾക്കാരും ചിലപ്പോൾ പഠിച്ചവരെ പേടിച്ചിട്ടേ പള്ളിയുടെ പരിസരത്തും കൂടെ എന്ത് പോകാത്ത ആൾക്കാരുണ്ടാവും. അപ്പോ അങ്ങനെ എടുക്കുന്നാലും അയാള് ജുമാക്കൊക്കെ വരലുണ്ട്. അയാളുടെ കയ്യിൽ നല്ലൊരു കറവ പശു ഉണ്ടായാലും വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നത് വേണമെങ്കിൽ അന്വേഷിച്ചു കൊടുക്കാനാണ്. സുബ്ഹാനല്ലാഹ്, ആദ്യം കേക്കോട്ടാണ് തിരിയത്. നമ്മളൊക്കെ പടിഞ്ഞാട്ടാണ് സ്വത്തുബോധുമ്പോ അല്ലെ നാളെ ഉസ്താദ് കേക്കോട്ടേക്കാരെന്ന് നോക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച അൻസാറിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അവിടെ AC ഒക്കെ വെച്ചിട്ടുണ്ട്. AC വെച്ചാൽ നിൽക്കാനും ശരിയാവുള്ളൂ എന്നുള്ളൊരു ചിന്ത. കുഞ്ഞ് വളർന്നു വരുന്ന കുട്ടികൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി. AC നിൽക്കാനും ശരിയാവില്ല. വെക്കാറോടി വെക്ക് വെക്കാറല്ലേ നിൽക്കാനും ശരിയാകാനുള്ള ഒരു സ്ഥലത്താണ് AC ഒക്കെ. അങ്ങനെ ഈ ചെറിയ കുട്ടികൾ നമ്മളെ കേട്ടോ മനസ്സിലാക്കില്ല. അപ്പോ ഇതേ ഞാൻ പറഞ്ഞു എന്റെ വാളിന് ഒരു 8-10 മീറ്റർ നീളമുണ്ടെങ്കിൽ ഒരാഴ്ച കുട്ടികളെ കൂടെ അവിടെ പോലെന്നാണ് വാളിന് അത് വിളിക്കുന്ന ആളവസ്ഥ വിളിക്കുക. ആ വാളിന് ഒരു 8-10 മീറ്റർ നീളമുണ്ടെങ്കിൽ മനുഷ്യന്മാർ സുഖമായിട്ട് ഉറങ്ങാണ്. ഉറങ്ങിയ മുറിയില് ഞാൻ തമാശക്ക് പറഞ്ഞ സംഭവം കാര്യത്തിൽ പറഞ്ഞാൽ എന്നിട്ട് പിന്നെ ഒരു ഉണ്ടാവില്ല. രാത്രി നീക്കിരിക്കണം. പൊതുവെ കൈയോടെ നല്ല തണുപ്പിൽ ഉഷാറായിട്ടില്ല. തമാശക്ക് പറഞ്ഞാണെങ്കിൽ എന്തോ ആവട്ടെ. അപ്പോ ഹത്തീബ് എല്ലാരും മുഖം കാണും. അപ്പൊ മറ്റേ പറഞ്ഞില്ല ഇന്ന ആളെടുത്തുന്ന ഒരു കറവ പശു ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അയാളുടെ മുമ്പിൽ നിന്ന് ഇയാളാണെങ്കിൽ വേഗം എന്ത് ചെയ്യുന്ന ആളാണ്. കുട്ടികൾക്ക് ഒരെടുക്കാനുള്ള മാതിരി വേനൽക്കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വേഗം കൂടുതൽ പോണ ആളാണ്. അപ്പൊ ആ പറഞ്ഞ ആള് മുമ്പിലുണ്ട്. ഇയാള് ഈ ഹത്തീബ് കുത്തുബിയോന്ന് ഇയാളെ നോക്കി നോക്കും. അയാൾക്ക് പോവോ? അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ കെട്ടിയപ്പോഴും മറ്റേ ചങ്ങായി സലാം കിട്ടിയാൽ ഉടനെ പോവൂലേ? പശുവനെ എന്റെ പശു കിട്ടുമോ? അയാൾക്ക് കച്ചവടാക്കാൻ പറ്റുമല്ലേ? ആ ഒരു ചിന്തയിലാണ്. ഈ ചിന്തയോട് കൂടെയാണ് ആര് നിസ്കരിക്കുന്നത്? തിരുവനങ്ങാടിയിലെ ഖാദി നിസ്കരിക്കുന്നത്. ഉഫിയകത്തുള്ള വസ്തുവിനെ പോലെ കമഞ്ഞ നിങ്ങളെ കൽബകമെന്നോ ഈ കാവ്യയുടെ മനസ്സ് കാണുന്ന ആളാണ് ആര്? അമ്പത്തെ തങ്ങൾ പാപ്പ. ഇത്തരം മനസ്സുള്ള ആളെ പിന്നിൽ ജമാഅത്ത് നിൽക്കണ്ടെന്ന് കരുതിയിട്ട് അയാളെ വഷളാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ജമാഅത്തിന് വരാതിരുന്നത്. ഇപ്പൊ ജനങ്ങൾക്ക് ശരിക്കണം ബോധ്യപ്പെടുത്തി. മൂപ്പർക്കും തന്നെ എന്താ മൂപ്പര് വരാത്ത, ഫാദർക്കും തന്നെ എന്താ മൂപ്പര് ജമാഅത്തിന് വരാത്തൊരു ഇഷ്കാരുണ്ടായിരുന്നു. അതാണ് തീർത്തൊട്ടു. ആദ്യം പശ്ചാത്തപിച്ചു മടങ്ങി. പിന്നെ ജമാഅത്തിന് വരുന്നത് ബഹുമാനപ്പെട്ട
ഈ മാസം അതിന് മാസമാണ്. ഒരിക്കലും ഒറ്റ കറാമത്തും കൂടി പറഞ്ഞു. മണിയറക്കള്ളന്മാരൊക്കെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. കഫംപുടവ് കക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇന്നിപ്പോ ഹൈടെക് കള്ളന്മാരാണ്. അങ്ങനത്തെ ചീഞ്ഞ പരിപാടിക്കൊന്നും ഇപ്പത്തെ കള്ളന്മാരും ചെയ്യൂല, കിട്ടൂല. നല്ല ഹൈടെക് നല്ലപ്പോ കക്കണമെങ്കിലും വേണം നല്ല വിദ്യാഭ്യാസം. അങ്ങനെ ഒരിക്കൽ പണ്ടത്തെ കാലത്താണ് കല്യാണമൊക്കെ കഴിഞ്ഞ് പുതിയണ്ണും പുതിയാപ്പടി ആദ്യത്തെ രാത്രി റൂമിൽ ഇങ്ങനെ ഒത്തുകൂടുവല്ലോ. അങ്ങനെ അന്നൊക്കെ ഈ റൂമിനൊന്നും അത്ര ഭദ്രത ഉണ്ടാവില്ല. രണ്ട് കള്ളന്മാര്, അന്നൊക്കെ നല്ല ആഭരണം ഉണ്ടാവും പെണ്ണുങ്ങൾക്ക്. ഗോൾഡ് അല്ല കേട്ടോ, ഇന്നൊക്കെ പറ നല്ല ആഭരണം ഉണ്ടാവും. അപ്പൊ ആദ്യ രാത്രി ഇവരിപ്പോ ഏതായാലും കുറച്ച് ഞാൻ കടന്നുറങ്ങുമല്ലോ. കല്യാണത്തിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മധുവിധു ആഘോഷിക്കല്. അപ്പൊ ഇവരിങ്ങനെ പതുങ്ങി നിന്ന് ഇവരെപ്പോഴാ ഉറങ്ങണത് അതും കാണും. അപ്പൊ ഈ പുതിയണ്ണാണെങ്കിൽ തന്റെ ആഭരണങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരു ചെറിയൊരു ബക്കറ്റിലാക്കിയിട്ട് കട്ടിന്റെ ചൂട്ട് വെച്ച് അങ്ങനെ ഇവർ ഉറങ്ങിയ കള്ളന്മാരെ കയറിയിട്ട് അങ്ങനെ എടുത്തിട്ട് അത്രക്കുള്ള ഭദ്രതയെ പണ്ടൊക്കെ ഉണ്ടാവുള്ളൂ. ആ ബക്കറ്റ് എടുത്തിട്ട് വല്ല പോയി ഓരോ ദൂരേച്ച് ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം പെണ്ണ് സുബൈക്ക് എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഈ ബക്കറ്റ് സ്വർണ്ണാഭരണം മുഴുവനും തലേരാത്രി അടിച്ചു വെച്ച ബക്കറ്റ് കാണുന്നില്ല. ഈ പെണ്ണിന് സ്വന്തം പുതിയ പെണ്ണെ സംശയം. ഈ റൂമിക്ക് വേറെ കടന്നു വന്നിട്ടില്ല. അതിന് ഇയാളൊരു പണി ചെയ്തു. ആര്? പുതിയാപ്പള. പണ്ടൊന്നും നമ്മുടെ വീടിന്റെ പരിസരത്തും അറ്റാച്ച്ഡ് ആയിട്ട് കക്കൂസൊന്നും ഇല്ല. പണ്ടൊക്കെ കിലോമീറ്റർ ദൂരെ പോയിട്ട് വല്ല എവിടെങ്കിലും കുയിലൊക്കെ പോയിട്ട് കരട്ടി കുയിലൊക്കെ പോയിട്ടായിരുന്നു പതാവിഹാരത്ത് നടത്തിയിരുന്നത്. ഇന്നിപ്പോ അങ്ങനെയല്ലേ. പണ്ട് എല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് തിന്നു, എന്നിട്ട് വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യും? ആ 2 പേർ പോയി 1 2 അത്രയും നമ്പർ പറയില്ല. ഇന്നിപ്പോ അങ്ങനെയല്ല. എല്ലാവരും വ്യത്യസ്ത പ്ലേറ്റുകൾ തിന്നിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ വീട്ടിന്റെ ഓരോ റൂമിലും ഓരോ എന്ത് വേണം അറ്റാച്ച്ഡ് പിന്നെ ടോയ്ലറ്റ് വേണമെന്നാണ്. എനിക്ക് വേണമെന്ന് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും ഇയാള് രാത്രി എഴുന്നേറ്റിട്ട് മലമൂത്ര വിസർജനത്തിന് വേണ്ടി എഴുന്നേറ്റ് പോയി. അത് കിട്ടത് ഈ പുതിയ പിറ്റേ ദിവസം പൊരിഞ്ഞ കച്ചറ. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സുഖിക്കാൻ നീച്ചിട്ട് കച്ചറ. എന്റെ മാല വിവരങ്ങളാ ഓടിച്ച് നിങ്ങൾ രാത്രി നീച്ചു പോയില്ലേ, അത് കൊണ്ടേക്കാൻ പോയതാണ്. സുബ്ഹാന ജല്ലജലാലുഹു. ഈ കേസ് മമ്പുറത്ത് തങ്ങൾ പാപ്പാന്റെ കാലത്ത് ഒരു കള്ളശേഖുണ്ട്. എന്നും ഉണ്ടാകും കുറ്റങ്ങൾ. ഒറിജിനൽ ഉണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. ഒറിജിനൽ ഡോക്ടർ ഉള്ളതുകൊണ്ടാണ് വ്യാജ ഡോക്ടർ ഉണ്ടാകുന്നത്. ഒരു കള്ളശേഖന്റെ അടുത്ത് ഇവര് പോയി. അയാൾ പറഞ്ഞു ഇവിടുത്തെ പുതിയാപ്പള തന്നെയാണ്. നാട്ടുകാർക്ക് പിന്നെ ഒന്നും കൂടി എന്താ ഈ മാങ്ങൂടി. ഇയാളാണെങ്കിൽ ഒരു പരമസ് ആണ്. അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ അടുത്തത് ഞാൻ രാത്രി കക്കൂസ് പോയതാണ്, അല്ല ഞാനത് കൊണ്ടേക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. ഒരിഞ്ഞ വിഷയായി. അവസാനം ബഹുമാനപ്പെട്ട മമ്പുറത്ത് തങ്ങൾ പാപ്പാൻ അടുത്ത് പോകാന്ന് പറഞ്ഞു. പുതിയാപ്പള കൂട്ടക്കാരൻ പോകാൻ തയ്യാറായി. അപ്പൊ അത് പോകാൻ തുടങ്ങിയപ്പോ നമ്മുടെ ഈ കള്ളശേഖ് ഇല്ല, ഈ കള്ളശേഖ് പറഞ്ഞു സൈദൽമിന്റെ അടുത്തേക്ക് പോയിട്ടേ ആ ആഭരണം കിട്ടുകയാണെങ്കിൽ അതിന്റെ ഒരു മണി ഒരു ചെത്തിച്ചും തരണട്ടോ എന്നാണ് പരിഹാസ രൂപത്തിൽ അമ്പർത്ത തങ്ങൾ പാപ്പാനെ സാരാക്കിക്കൊണ്ട് പറഞ്ഞാണ്. ഇത് ഈ കള്ളശേഖന്മാരെ മുഴുവൻ പരിപാടിയാണ്. ഒരേ ലോകത്ത് വലിയവരുണ്ടാവുള്ളൂ, പാറില്ല ആരും അവർക്ക് വലുതാവലൊക്കെ ശ്രദ്ധിക്കും. സൈദൽമിന്റെ അടുത്ത് പോയിട്ട് അത് കിട്ടുകയാണെങ്കിൽ ഒരു മണിച്ചു തരണട്ടോ എന്ന് പരിഹസിച്ച് പറഞ്ഞതാണ്. ഇവര് അമ്പർത്ത തങ്ങൾ പാപ്പാനടുത്ത് പോയി. തങ്ങൾ പാപ്പ ആ 2 ആൾക്കാരെ ആ 2 കള്ളന്മാരോട് വരാൻ പറഞ്ഞു. ഒരു വന്നു, ഒരാദ്യമൊക്കെ നിഷേധിച്ചു. പക്ഷെ മമ്പർത്ത തങ്ങൾ പാപ്പാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവർ സമ്മതിച്ചു. അവസാനം മമ്പർത്ത തങ്ങൾ പാപ്പ പറഞ്ഞു ഇവരെ ഇത് എത്ര സ്വർണ്ണം ഊരിയെക്കണ സമയത്ത് ഒരു മുത്ത് ഒരു ആ പോണ വയ്ക്കേണ്ട ഒരു കല്ലുണ്ടാവും. സ്ഥലം സ്പോട്ട് പറഞ്ഞു. അവിടെ ഒരു കുറച്ച് കല്ലുണ്ട്. ആ കല്ലിന്റെ ഉള്ളിൽ തെറിച്ചിട്ട് ഓരിച്ചപ്പോ ഒരു മുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്?
ആ കല്ലിന്റെ ചൂട്ടിൽ പെട്ടിട്ടുണ്ട്, വീണിട്ടുണ്ട്. അതെടുത്തിട്ടേ ആ മറ്റേ ചെന്നായിക്ക് കൊടുത്താടിട്ടോ. മോനല്ലേ പറയുന്നത്? സൈതലമിന്റെ അടുത്തേക്ക് പോയിട്ട് കിട്ടുകയാണെങ്കിൽ ഒരു ചെത്ത് ഇരിക്കും വേണട്ടോ എന്ന് പറയുന്നത്. കല്ലിന്റെ ചൂട്ടിൽ നിങ്ങൾ നോക്കൂ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ നിങ്ങളെ കൽബാകമെന്ന് അവർ അള്ള കൊടുക്കണ കഴിവ. അള്ളാക്ക് ഇങ്ങനെ ഒരു കഴിവ് കൊടുക്കാൻ കഴിയൂല, വിശ്വസിക്കണം. അള്ളാന്റെ കഴിവിനെ നമ്മള് എന്തിനാ വെട്ടിച്ചുരുക്കണം? എന്തിനാ? ചില ആൾക്കാർക്ക് പാപം എന്താണ്, അള്ളാഹ് അങ്ങനെ വൈദേശികൻ അങ്ങനെ കഴിവ് കൊടുക്കാൻ പറ്റൂലേ? അള്ളാഹ്ക്ക് അങ്ങനെ കൊടുക്കാനുള്ള അധികാരമില്ലേ? പറ്റൂല, കഴിയൂല. വാഹുകാരെ കാത്ത് രക്ഷിക്കുമാറാവണം. നമ്മളെ ബഹുമാനപ്പെട്ട അയാൾക്ക് കൊടുത്തടി. അയാൾ ചോദിച്ചില്ല ഒരു ചുമ്മാണെന്ന് പറയുന്നത് ആ മുത്തനെ കൊടുത്തടി എന്ന് പറഞ്ഞു. അവരുടെ ഹക്കൂടെ നല്ല മാസമാണ് ഇന്ന്. ആരാണ് ഭക്ഷണം നൽകുന്നത്? ആ കുട്ടിയാക്കാന്റെ പേരിലല്ലേ 2 ആഴ്ച നേരത്തെ നമ്മളെ ശ്രദ്ധിക്കുക പറഞ്ഞു. ആ കുട്ടിയാക്കാന്റെ മക്കളില്ലേ, അള്ളാഹുത്താല മക്കൾക്കൊക്കെ ഉപ്പാന്റെ ഗുരുത്വം നൽകുമാറാണ്. അതുപോലെ എല്ലാ മാസവും ഇവിടെ ഭക്ഷണം ഉണ്ടാകാറുണ്ടല്ലേ, അതൊരു വലിയ ഹൈറാണ്. പ്രത്യേകിച്ച് മരിച്ചുപോയ ആൾക്കാരെ ചെയ്യാൻ ഞാനൊരു 10 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് എന്റെ മരിച്ചുപോയ ഉമ്മാന്റെ പാപ്പാന്റെ പേര് വിചാരിച്ചു കൊടുത്താലും എനിക്കൊന്നും അറിയില്ല. നമുക്ക് അങ്ങനെ ധാരണ ഉണ്ട്. നമ്മളെ മരിച്ചുപോയ ഉമ്മാന്റെ പാപ്പാന്റെ പേരിൽ ഒരു 10 രൂപ കൊടുക്കുന്ന സമയത്ത്, 100 രൂപ കൊടുക്കുന്ന സമയത്ത് ഓരോ കരുതിയാൽ എന്റെ കുറയോ ഒരു വളക്കും വന്ന് 1000 വളക്ക് കത്തിച്ചു പറഞ്ഞു. ആദ്യത്തെ വളക്കിനെ കുറയില്ല. അത് ഇസ്ലാമിന്റെ അള്ളാന്റെ ദീനിന്റെ കൺസെപ്റ്റ് അങ്ങനെയാണ്. മൊഴിയിൽ തന്നെ പറഞ്ഞ അള്ളാന്റെ വിശാലമാണ് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോ പള്ളിക്കൊക്കെ സംഭാവന ചെയ്യുമ്പോൾ, സ്വലാത്തിനൊക്കെ സംഭാവന ചെയ്യുമ്പോൾ ആ നീയത്ത് വെച്ചിട്ട് കൊടുക്കുക. അവർക്ക് ഗുരുത്വം കൊടുത്തുകൊണ്ടുണ്ടാവും. അവരെയൊക്കെ ഗുരുത്വം വരുത്തുകൊണ്ട് മാതാപിതാക്കളുടെ ഉസ്താദുമാരുടെ ഒക്കെ ഗുരുത്വം വരുത്തുകൊണ്ട്, സ്വാലിഹീങ്ങളുടെ ഗുരുത്വം വരുത്തുകൊണ്ട് വിജയിക്കുന്നവരുടെ എല്ലാ മാസവും ഭക്ഷണം ഉണ്ടാകാറുണ്ടെന്ന് കേട്ടപ്പോ വളരെ സന്തോഷത്തോടു കൂടെ ഈ നാട്ടിലെ പുരുഷന്മാരും അതുപോലെ ഉമ്മമാരും, പുരുഷന്മാരെക്കാളേറെ സ്ത്രീകളായിരിക്കുന്നാണ് പറഞ്ഞത്. നമ്മളവരെ കാണാത്തതുകൊണ്ട് ചിലപ്പോ അള്ളാഹുവിനൊക്കെ പറക്ക് തീരുമാനം. എപ്പോഴും മരിച്ചുപോയ ആൾക്കാരെ ഞമ്മക്ക് ബോധം വേണം. എന്നാലേ നമ്മൾ മരിച്ചു പോയാൽ നമ്മളെ കുറിച്ചു. എന്റെ ഉപ്പ ചെറിയ ഈ കുട്ടിന്റെ അത്രയും ഇവിടെ ഇല്ലേ, എന്റെ ഉറപ്പുണ്ട്. അള്ളാഹു മക്കളൊക്കെ നന്നാക്കി തീർക്കാറില്ല. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഞാൻ ചെറിയ കുട്ടിയായിട്ടാണ് സിയാറത്തിന് പോകുമ്പോ 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഖബറടക്കുന്ന പള്ളി. ആ മലയാളത്തിൽ കുത്തുപോകുന്ന പള്ളിയിലാണ്. കാര്യം 2 ഭാഷയിൽ അള്ളാഹു റസൂൽ കുത്തുപോതിയില്ല. 2 ഭാഷയിലാണ്. എന്താ കാട്ടാറില്ല. മനുഷ്യന്മാർ തിരിഞ്ഞിട്ട് മറ്റേ നട്ടതിരി പള്ളി എന്തോ. അപ്പൊ ആ പള്ളിയിലാണ്. അപ്പോ സിയാറത്തിന് പോകുമ്പോ എന്നെങ്ങനെ കൊണ്ടുപോകും. അപ്പോ ബാപ്പാന്റെ പ്രായത്തിലുള്ള ആൾക്കാർ എന്താ ബലങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു. നമ്മൾ മൂക്ക് വലിച്ചിട്ട് ഇങ്ങനെ പോയില്ല. അപ്പൊ ഉപ്പ പറയും, ഞാൻ മരിച്ചാലേ, ഞാൻ എന്റെ ഉമ്മാനും പാപ്പാനും സിയാറത്ത് ചെയ്താലല്ലേ ഞാൻ മരിച്ചാല് ഇവരൊക്കെ വരുള്ളൂ. ആ വാക്ക് ഞാൻ ഇപ്പോൾ ഓർത്തു പോവുക. ഇന്ന് നമ്മൾ 27 പോയതേക്കാരല്ലേ ഉമ്മാന്റെ പാപ്പാന്റെ അടുത്ത് كأن قاربي لم يعرفني له الميراث يقتسمون معي وما آلوا لأن جحدوا ديوني وقد أخذوا سهامهم وعشوا فيا لله أسرع ما نسوني. എന്റെ ഖബറിന്റെ ഓരത്തുകൂടെ ചാരത്തുകൂടെ അതാ എന്റെ ഉറ്റവരും ഉടയവരും അതാ ഓടിക്കളയുന്നു. എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമില്ലല്ലോ.
ഒരു കൊല്ലങ്ങോട്ട് തികയട്ടെ ഊരി വെക്കാൻ, 40 അങ്ങോട്ട് കഴിയട്ടെ. എന്റെ സ്വത്ത് മുഴുവനും അവരെടുത്തു. എന്റെ കടം പോലും മര്യാദക്ക് വിട്ടാൻ അവര് ശ്രദ്ധിച്ചില്ലല്ലോ. അവരെടുക്കേണ്ടതൊക്കെ അവരെടുത്തു, അവരെന്നെ മറന്നുപോയി. പക്ഷേ അവർ ഇത്ര പെട്ടെന്ന് തന്നെ മറന്നുപോയല്ലോ. കബറാളികൾ ചിന്തിക്കുന്നത് ഒരു മഹാൻ ഉല്ലേഖനം ചെയ്തതാണ്. പഴയ കാലത്ത് ഒരു മഹാന് ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ഒരു പള്ളിക്കാട്ടിലെ കബറാളികൾ മുഴുവനും കബറിന്ന് എഴുന്നേറ്റിട്ട്, സ്വപ്നാണ് എന്തും കാണാൻ, കബറിന്ന് എഴുന്നേറ്റിട്ട് ആ പള്ളിക്കാട്ടിൽ ഇങ്ങനെ എന്തോ തരികയാണ്, എന്തോ ഇങ്ങനെ പെറുക്കാണ് പള്ളിക്കാട്ടിൽ അങ്ങനെ. അപ്പൊ ഈ സ്വപ്നം കണ്ട മഹാന് ഇങ്ങനെ നോക്കി, വല്ലാത്തൊരു അത്ഭുതം. എന്താ എല്ലാരും അകത്തുനിന്ന് പുറത്തുനിന്ന് കണ്ട് എന്തൊക്കെയോ പെറുക്കാണ്. നോക്കുമ്പോ ഒരാളുണ്ട് അപ്പുറത്ത്, അതിലൊന്നും കൂടാതെ ഈ പൊറുക്കണിലൊന്നും കൂടാതെ ഒരു മൂലക്ക് അയാൾ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. അയാളടുത്ത് ചെന്ന് കണ്ട് ഇയാൾ ചോദിച്ചു, എന്താ പേരൊക്കെ കാട്ടണം ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അവരെ ഈ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി മുഅ്മിനീങ്ങളായ ലോകത്തുള്ള ആളുകളൊക്കെ ദുആ ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ കൂലി അവർക്കും കിട്ടും. നമ്മളിവിടെ ഉസ്താദ് നേരത്തെ ദുആ ചെയ്തപ്പോ ഇവിടെ ദുആ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ മരിച്ചുപോയവർ മാത്രമല്ല, ലോകത്തുള്ള മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളും നമ്മളെ വാപ്പാനെ മാത്രമല്ല. അപ്പൊ മറ്റുള്ള ആളുകൾ ദുആ ചെയ്യുമ്പോ, സദഖ ചെയ്യുമ്പോ, സ്വലാത്ത് ചൊല്ലുമ്പോ, ദുആ ചെയ്യുമ്പോ അതിന്റെ കൂലി മറ്റുള്ളവർക്ക് കിട്ടും. ഈ മരിച്ചൊരു ഒരു ബന്ധവും ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ മറ്റുള്ള ആളുകൾ ഇവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്ത കൂലിയാണ് ഇവർ പെറുക്കുന്നത്, പെറുക്കിയെടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അല്ല, ഇവിടെ നമ്മളതിലൊന്നും കൂടാതെ മരിച്ചുപോയ ആളല്ലേ. ഇയാൾ പറഞ്ഞു, എനിക്കതിന്റെ ആവശ്യമില്ല. എന്തേ? എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പോ എന്റെ ആവശ്യമില്ല. അന്ന് കാലത്തിന് മറ്റൂരില്ല, ആരും മരിച്ചാപിന്നൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കണം. അന്ന് അതൊക്കെ ഇപ്പൊ ഉണ്ടായ ടീമല്ലേ. അന്നിപ്പോ അങ്ങനെ ഒരു ഇഷ്കാലിന് സാധ്യതല്ല. ഇന്നിപ്പോ അങ്ങനത്തെ ചില ടീമുണ്ട് അല്ലെ. അൽഫാത്തിഹ എന്ന് വിളിച്ചാൽ ഖബർസ്ഥാനിൽ അതുവരെ ഉണ്ടാവും. തേക്കിന്റെ ചവിട്ടിട്ട് നമ്മള് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഈ വിരാത്തുകൾക്ക് ഈ സുഖമാക്കുണ്ടാവില്ല. ലാസ്റ്റ് ഈ ചിന്തമാർക്കൊരു പോക്ക്, അതേപോലെ ഒരു പോക്കുണ്ട്. ഇവിടുന്നവരുണ്ടാവില്ല, അത് കണ്ട് അനുഭവിക്കുന്നവർ അനുഭവിച്ചവരാണ്. അവരെ ഒരാളുടെ ഉണ്ടാവും വേർക്കാനുണ്ട്. എന്താ വേർക്കണം? ഇയാൾ നരകത്ത് കടത്തണം, അത് വേർക്കണം. ഇയാളെ സ്വർഗത്ത് കടത്തണം എന്നാ വേർക്കുന്നത് പഠിക്കുന്ന ഉസ്താദ്. അതിനൊന്ന് ആമികളെ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നമ്മളെ നമ്മൾ മരിച്ചിട്ടും നമുക്കും വേണ്ടി കയ്യൊത്തിട്ടൊന്ന് പറയാൻ പഠിച്ചോട് പറയും, ഉമ്മാക്ക് ഭാഗം ഒത്തു കൊടുക്കണേ എന്ന് പറയണ ഒരു സഭയിൽ നോക്കിക്കാറാണ് തെറ്റാണ്. ആ തെറ്റെങ്കിലും ചെയ്യേണ്ടില്ല. അപ്പോ ഇയാളോട് ചോദിച്ചു, എന്താ നിങ്ങൾ എന്താ ഇവിടെ കുത്തിരിക്കണം? ഓരോരുത്തര മറ്റുള്ള ആളുകൾ മുഅ്മിനീങ്ങളെ ഹദിയ ചെയ്ത ആ കൂലികൾ കൊടുക്കുകയാണ്, നിങ്ങളെന്തായി കൂടാത്തത്? എനിക്കതിന്റെ ആവശ്യമില്ല. എന്റെ ആവശ്യമില്ല. എനിക്കൊരു മകനുണ്ട്. ഇതാ ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. ആ മകൻ ഇന്ന അങ്ങാടിയിൽ ജിലേബി കച്ചവടം ചെയ്യുന്നവനാണ്. ഒരു ചെറുപ്പക്കാരനായ മകൻ. ആ മകൻ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി ഒരു ഖത്മ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്. എനിക്ക് അതിന്റെ എമ്പാടാണ്. അതുകൊണ്ട് ആരാൻ ഹദിയ ചെയ്യുന്നത്? ശേഖരിക്കേണ്ട, പെറുക്കിയെടുക്കേണ്ട ഒരു അവസ്ഥ ഗതികേട് നമ്മളവാചകം ആയിരിക്കില്ല. എനിക്ക് എന്റെ മകൻ ഓരോ ദിവസവും ഒരു ഖത്മ് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് എനിക്ക് ഹദിയ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനി ഭാരതമൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഈ മഹാൻ ചോദിച്ചു, എവിടെയെങ്കിലും പറഞ്ഞു, ഏതങ്ങാടിയിലാണ് ജിലേബി കച്ചവടം നടക്കുന്നത്? ആ സ്പോട്ട് പറഞ്ഞു കൊടുത്തു. ഈ മഹാന് പിറ്റേന്ന് രാവിലെ ആ ജിലേബി കച്ചവടം ചെയ്യുന്ന ചെറുപ്പക്കാരനെ അന്വേഷിച്ചു കൊണ്ടുപോകുന്നു. ആ സ്പോട്ടിൽ തന്നെ കാണുന്നു ഒരു ചെറുപ്പക്കാരൻ ജിലേബി കച്ചവടം തകൃതിയായി നടത്തുന്നു. അതിന്റെ ഇടക്കും ചുണ്ടുകൊണ്ട് എന്തോ മന്ത്രി എന്തോ അങ്ങനെ ചെല്ലിട് പറയുന്നു. ഓതും. ഇയാളെ എന്താ ചെറുപ്പക്കാരാ, എന്താ കുട്ടിയെ ഈ ചെല്ലിടെന്ന് വെച്ചു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു,
എനിക്കൊരു പ്രിയപ്പെട്ട പിതാവുണ്ടായിരുന്നു. ഇല്ലാത്ത വല്ലാത്ത കാലത്ത് എന്നെ നോക്കി വളർത്തി തീറ്റി പോറ്റി എന്നെ സംരക്ഷിച്ച് എനിക്ക് വേണ്ടതൊക്കെ നൽകിയൊരു ഉപ്പ. ആ ഉപ്പ മരണപ്പെട്ടത് മുതൽ എല്ലാ ദിവസവും ആ പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടി ഞാൻ പരിശുദ്ധ ഖുർആൻ ഖത്മ ചെയ്യുകയാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം മനസ്സിലായി. അയാൾ ആ കണ്ട സ്വപ്നം കണ്ട മഹാൻ തിരിച്ചു പോകും. ചെറുപ്പക്കാരൻ്റെ ഒത്തു ഇപ്പാക്കണ്ടത് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക കച്ചവടം ചെയ്യുന്നതിൻ്റെ വഴി. അങ്ങനത്തെ ഉമ്മമാരൊക്കെ കണ്ടില്ലേ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അല്ലേ, ഹസീനൊതു ഇതാവാക്കാത്ത ഒതു സബാറക്ക് ഒതു. അന്ന് നമുക്ക് ഒന്നുമില്ലേ, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലേനും, എന്നാലും നമുക്ക് അന്ന് എല്ലാം ഉണ്ടേനും. ഇന്നിപ്പോ നമുക്ക് എല്ലാം ഉണ്ട്. പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ ഒരു സ്വസ്ഥതയുമില്ല. പരിശുദ്ധ ഖുർആൻ പാരായണം നമ്മൾ ഒഴിവാക്കി, പുനാര നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് നമ്മൾ ഒഴിവാക്കി, എല്ലാം നമ്മൾ ഒഴിവാക്കി. ദിക്ർ ചൊല്ലുന്നത് ഒഴിവാക്കി, സ്വലാത്ത് ചൊല്ലുന്നത് ഒഴിവാക്കി, ഹദ്ദാദ് ചൊല്ലുന്നത് ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷേ ഉള്ളിൽ കറങ്ങി ചെന്നാൽ ഒന്നുമില്ല. ചുരുക്കി പറയാ, മഹാനർദ്ദിച്ചു കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഇയാൾ വീണ്ടും ഇതേമാതിരിയുടെ സ്വപ്നം കണ്ടു. അന്ന് ഇയാളുണ്ട് കൂട്ടത്തിലെത്തിയാണ് ഇത് പൊറുക്കണം, ഇയാളെ കൂട്ടത്തിൽ പൊറുക്കുകയാണ്. അത് പിന്നെ വാറൊന്നും ചോദിച്ചാൽ അയാള് പൊറുക്കുക. പിറ്റേ ദിവസം ഈ മനുഷ്യന് അന്ന് ഇയാളുടെ മകൻ കച്ചവടം ചെയ്തിരുന്ന ആ നാടി ലക്ഷ്യം വെച്ചിട്ട് പുറപ്പെടുന്നു. നിരവധി കച്ചവടം ചെയ്തിരുന്ന സ്ഥലത്തേക്ക് സുബ്ഹാന ജല്ല ജലാലുഹു. അവിടെ ചെന്നപ്പോ ആ ചെറുപ്പക്കാരനെ, ജിലേബി കച്ചവടക്കാരനെ കാണുന്നില്ല. നാട്ടുകാരോട് ചോദിച്ചു, എന്തു പറ്റി? ആ ചെറുപ്പക്കാരനായിരുന്നല്ലോ. ആ ചെറുപ്പക്കാരൻ ഈ തൊട്ടടുത്ത ദിവസം മരണപ്പെട്ടു പോയി. എന്താ നമുക്ക് മനസ്സിലായത്? ആ മകൻ ഉപ്പാക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം നിന്നപ്പോ ഉപ്പാക്ക് മറ്റുള്ളവരുടെ ഹദിയകൾ ആശ്രയിക്കേണ്ടി വന്നു. അയാളും മറ്റുള്ളവരുടെ കൂടെ ഇതാ മരിച്ചവർക്ക് വേണ്ടി അന്യര് ചെയ്ത കൂലി പിക്കപ്പ് ചെയ്യാൻ നടക്കുകയാണ്. മരിച്ചവർക്ക് പേര് നല്ലോണം ഹദിയ ചെയ്യുക. ആ കുട്ടിയാക്കാന്റെ ബർസഖിയായ ജീവിതം അല്ലാഹു തആല സന്തോഷമാക്കി. ഈ ഓരോ പറ്റും ഓരോ സ്വർഗീയ നിറഞ്ഞകളും ഓരോ ഭക്ഷണക്കണികളും ഓരോ സ്വർഗീയ നിറഞ്ഞകളും ഉയരാനുള്ള ഒരു സബബായി സ്ഥിരമായി ഭക്ഷണം നൽകുന്നവരുണ്ട്, പള്ളിയെ സഹായിക്കുന്നവരുണ്ട്, സ്വലാത്തിനെ സഹായിക്കുന്നവരുണ്ട്. എല്ലാവരും എല്ലാ കാര്യവും അല്ലാഹുവിനെ ഏറ്റെടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നാം ശാരിയാക്കി ഞങ്ങളുടെ ഹക്കുകൊണ്ട് സർവ മഹാന്മാരുടെയും അതിഥികളൊക്കെ മുഴുവൻ മഹാന്മാരുടെയും സമീപകാലത്ത് വലിയ മഹാനായ നമുക്കത്ര പരിധിയില്ല. ഈ വടക്കൻ കേരളത്തിലാണ്, കർണാടകയിലൊക്കെ നിയമസഭയിൽ വരെ പിന്നെ അദ്ദേഹത്തിന് വേണ്ടി തമിഴ്പാപ്പാക്ക് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പറയുമ്പോൾ, പരിശോധന രേഖപ്പെടുത്തി പറയുമ്പോൾ അവർക്കൊക്കെ തമിഴ്പാപ്പാന്റെ വലുപ്പം മനസ്സിലായി. അല്ലാഹു തആല കാലത്ത് ഉയർത്തി കൊടുക്കുക. ഇത്തരത്തിലുള്ള ഈ മഹാന്മാരുടെ ഹക്കുകൊണ്ട് അല്ലാഹു തആല നമ്മളെ എല്ലാ കാര്യങ്ങളും ഫതഹും ഫർദും മഖ്റജും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സമയം വൈകിയെങ്കിൽ ഇനി നമ്മളെ ശ്രദ്ധിക്കുക തന്നെ പൊളിക്കും ചെയ്യരുതെന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട്. കുറച്ച് നിങ്ങളെ ചടപ്പിക്കുമ്പോഴാണ് അയാളെന്നെ മേലാലെ വിളിച്ചത് നിങ്ങൾ പറയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഇരിക്കണ്ടേ. ഏതായാലും അല്ലാഹു ഒത്തുകൂടി കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും രക്ഷിതാക്കളും കാണുമ്പോൾ അല്ലാത്ത സന്തോഷം കൊണ്ട് അങ്ങനെ നീണ്ടുപോയതാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആഖിബത്ത് നന്നാണ്. മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു തആല നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അത് റസൂൽ പഠിപ്പിച്ചു
പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ എപ്പോഴും എല്ലാ ദിവസവും മലക്കുൽ മൗത്ത് വന്നിട്ട് 5 വട്ടം നമ്മളെ നോക്കി പോകുന്നുണ്ട് നമ്മൾ അറിയാതെ എന്ന് പറയുമ്പോൾ എന്താ എനിക്കൊക്കെ ഉള്ളത്. വിനോദത്തിൽ അക്കരം കാണുമ്പോൾ വിനോദം എന്ന് പറഞ്ഞാൽ വേറൊന്നും വേണ്ട, ഗെയിം കളിക്കുക. അള്ളാഹുത്താല നമുക്കൊക്കെ നല്ല മനസ്സ് നൽകുമാറാണ്. അവരെ പറയാൻ പറ്റുള്ളൂ, ദുആ ചെയ്യാൻ പറ്റുള്ളൂ. വിനോദം, കളി, ചിരി, തമാശ. അപ്പോഴാണ് പറയുന്നത് മാന്യത ചെയ്തടോ, ചെയ്തടേ ചെയ്തോ, എൻ്റെ കുടുംബത്തിനില്ല പിടിക്കാനുണ്ട്. നീ എൻ്റെ കയ്യിൽ കിടന്ന് പുറയും കൊണ്ടോ. 5 വട്ടം നമ്മളോട് മലക്കുൽ മൗത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത് പറയുമ്പോൾ എവിടെയാണ് പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദര, വേണ്ടാത്തരത്തിൽ ഒഴുകാൻ നമുക്ക് സമയം. 60 വയസ്സിൽ 30 കൊല്ലം നമ്മൾ ഉറങ്ങി, 15 കൊല്ലം കുട്ടിയായിട്ട് പോയി, പിന്നെ 10 കൊല്ലം ഗൾഫ് പോയി, അല്ലെങ്കിൽ അധ്വാനിച്ച് ജോലി തിരക്കാണ്. ആകെയുള്ള 5 കൊല്ലം അത് സുഖമില്ലാതെയായി. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉഗ്രവേദനയും അതുവേദനയും മുട്ടുവേദനയും. ഇതെന്റെ മനുഷ്യ ജീവിതത്തിന്റെ ആകത്തുക. അല്ലാഹു തആല നല്ല ചിന്ത പരിശുദ്ധ മുഹറമാസത്തിൽ നമുക്കൊക്കെ അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങളൊക്കെ ദുആയിൽ പ്രത്യേകം ഉമ്മമാരും പ്രായചെന്ന ഉമ്മമാരും എല്ലാവരും ചെറുപ്പക്കാരും ഉസ്താദുമാർക്ക് ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.